ഇന്ന് നമുക്ക് നല്ലൊരു മാങ്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഈ മാങ്കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ വേറൊരു കറിയും വേണ്ട കേട്ടോ. അപ്പം ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുള്ളത്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, 2 സബോള എടുത്തിട്ടുണ്ട്. സബോളയൊക്കെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളി ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാങ്കറിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും, പിന്നെ ഒരു മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 2 ടീസ്പൂണ്, വിനീഗറും കുറച്ച് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ ആദ്യം ഇടാഞ്ഞത് കൈ പുകയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമാങ്ങയും കൂടി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. മാങ്ങയൊക്കെ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തളം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളച്ച് മറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ തിളയ്ക്കാനേ പാടുള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ട് താളിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം തന്നെ നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സെക്കൻഡ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി മാങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മാങ്കറിക്ക്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.